ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹാൻഡ് ബ്ലെൻഡർ ഇല്ലേ, കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ബ്ലെൻഡർ, അത് തന്നെയാണ് സംഭവം. കേക്ക് ഉണ്ടാക്കാൻ മാത്രമല്ല, ഒരുപാട് ബാറ്ററികൾ തയ്യാറാക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്ലെൻഡർ. അപ്പോൾ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഗിഫ്റ്റ് കിട്ടി, പക്ഷേ ഇത് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ഇരുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഇപ്പോൾ അൺബോക്സിങ് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അസലായിട്ട് പാക്ക് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെയുള്ള ആക്സസറീസൊക്കെ നോക്കാം. അതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അത് വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ട്. അത് ഞാൻ പല ബ്രാൻഡറിലും കണ്ടിട്ടില്ല, നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അത് കിട്ടിയ എന്തായാലും കാര്യമാണ്. അപ്പം നമുക്ക് അത്യാവശ്യം എടുത്ത് വെക്കാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ കൂടെ ഉള്ളത് ബീറ്ററാണ്, 2 ബീറ്റർ. പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ ഉപയോഗിക്കില്ലേ, അത് വയ്ക്കുന്ന 2 ഹുക്സാണ്, അതും അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതിൻ്റെ കൂടെ ഉള്ളത്. ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നത് ഇത്രയും ഐറ്റംസാണ്. മാത്രമല്ല ഇതിൻ്റെ 5 സ്പീഡുണ്ട്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. കയ്യിൽ വെച്ചിട്ട് എത്ര നേരം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, കാരണം അത്ര ലൈറ്റ് വെയിറ്റ് ആണ് സാധനം. മാത്രമല്ല കുറച്ചേ ഉള്ളൂ, അത് ഒതുക്കി ഇങ്ങനെ വെക്കാനും പറ്റും. നമുക്ക് ഇപ്പോൾ ഷെൽഫിലൊക്കെ വെക്കാനാണെങ്കിലും കുറച്ച് സ്ഥലം തന്നെ മതിയാവും. ഇതെല്ലാം കൂടി ഒരുമിച്ച് വെക്കാനും പറ്റും. അതെനിക്ക് നന്നായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ സ്റ്റാൻഡിനകത്ത് തന്നെ നമുക്ക് ബീറ്ററും ഹുക്സും ഒക്കെ ഇങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഇത് കെൻറ്റിൻ്റെ ഹാൻഡ് ബ്ലെൻഡറാണ്, 150 വാട്ടിൻ്റെ. ഈ ഇജക്ട് ബട്ടൺ ഉണ്ട്, കാരണം പല ബ്ലെൻഡറിലും ഇജക്ട് ബട്ടൺ വരത്തില്ല. അപ്പോൾ കുറഞ്ഞ വിലയിലുള്ള ബ്ലെൻഡറിലൊക്കെ ഇജക്ട് ബട്ടൺ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വാങ്ങിക്കൂ കേട്ടോ. ഇത് ഈ ബീറ്റർ അകത്തേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, അത് ഫിക്സ് ആയിക്കോളും. ബാക്കിലായിട്ട് നമ്മൾ ആ സ്പീഡ് കൺട്രോൾ ചെയ്യില്ലേ, അതിന് മുകളിലായിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കിത് വളരെ പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റുന്നല്ല, അത് പുറത്തേക്ക് പോവും. അത് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പോവും. അപ്പോൾ നമ്മൾ വില കുറഞ്ഞ ബ്ലെൻഡർ വാങ്ങിക്കുമ്പോൾ, ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇജക്റ്റ് ബട്ടൺ ഉണ്ടോ എന്ന് കൂടി നോക്കുക. കാരണം പലതിലും അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പല കംപ്ലൈൻറ്റും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പോകും, അതില്ലെങ്കിൽ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാകും. ഇത് വലിച്ച് ഊരിയൊക്കെ എടുക്കണം എല്ലാ പ്രാവശ്യവും. അപ്പോൾ ഇതിൻ്റെ വില 1399 രൂപയാണ് കേട്ടോ. കെൻറ്റിൻ്റെ ഹാൻഡ് ബ്ലെൻഡർ 150 വാട്ടിൻ്റെ. അപ്പോൾ ഈ വിലയ്ക്ക് ഈ ബ്ലെൻഡർ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.